വിവാദമായ കെവിൻ വധക്കേസിൽ മാപ്പുസാക്ഷിയായ യുവാവ് ഷിനുമോനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം പുനലൂർ ജംഗ്ഷനിലെ തോട്ടിലായിരുന്നു മൃതദേഹം കണ്ടത്. സമീപത്തെ ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇയാൾ. പുനലൂർ പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. മനോജ് അപ്പുക്കുട്ടൻ ചേരുന്നു. മനോജ്, കെവിൻ്റെ വധക്കേസ് കേരളം ഏറെ ചർച്ച ചെയ്തതാണ്. എന്താണ് ഈ കേസിൽ സംഭവിച്ചത്? പോലീസിന്റെ നിഗമനം എന്താണ്? ഇത് കേരളത്തിലെ ഏറെ വിവാദം സൃഷ്ടിച്ച ഒരു ദുരഭിമാന കൊലയായിരുന്നു കെവിൻ കൊലക്കേസ്. ആ കൊലക്കേസിൽ അകപ്പെട്ട 13ാം പ്രതിയായി പോലീസ് ഉൾപ്പെടുത്തിയിരുന്ന യുവാവിനെയാണ് ഇന്ന് തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇദ്ദേഹം 13ാം പ്രതിയാവുകയും പിന്നീട് തെളിവുകളുടെ അഭാവത്തിൽ കോടതി വിടുകയും ചെയ്തിരുന്നു. പുനലൂർ എസ്.എൻ. കോളേജ് ജംഗ്ഷനിലുള്ള ഒരു തോട്ടിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ തോടിനോട് ചേർന്നുള്ള ഒരു ഫ്ളാറ്റിലാണ് ഇദ്ദേഹം വാടകയ്ക്ക് താമസിച്ചിരുന്നത്. ഈ ഫ്ളാറ്റിന് മുകളിലായി അദ്ദേഹത്തിന്റെ ചെരുപ്പ്, മൊബൈൽ ഫോണ്, ഒരു ബിയർ കുപ്പി എന്നിവ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് പോലീസ്. അവിചാരിതമായി കാലു തെന്നി വീണതാകാം എന്നാണ് പ്രാഥമികമായ ഒരു നിഗമനത്തിൽ പോലീസ് ഉള്ളത്. വിദഗ്ധമായ പോലീസ് പരിശോധന നടന്നു വരികയാണ്. നമ്മുടെ വിവാദമായ കെവിൻ കൊലപാതക കേസിലെ 13ാം പ്രതി ആണ് എന്നുള്ളത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ മരണം ഏറെ ശ്രദ്ധ ചെയ്യാൻ കാരണവുമായത്. എന്തായാലും അതേ ഗൗരവത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ ആ പരിശോധന നടത്തിക്കൊണ്ടുവരുന്നത്. മൃതശരീരം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ. മനോജ്, നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. അവിടെ മുങ്ങി മരിക്കുകയൊന്നും സാധ്യമല്ല, കാരണം വെള്ളം കുറവാണ്. അതിന് മുകളിൽ തല പോലും മൂടിക്കിടക്കുന്ന നിലയിലല്ല മൃതദേഹം എന്ന് വേണം ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെയെങ്കിൽ മുകളിൽ നിന്ന് വീണതാകാമെന്ന നിഗമനത്തിന് ഏറെ സാധ്യതകളുണ്ട്, അല്ലേ? അതിലൊരു നമുക്ക് പ്രഥമ ദൃഷ്ടിയെ തന്നെ നമുക്ക് സംശയം തോന്നുന്ന രീതിയിലാണ് ആ മൃതദേഹത്തിന്റെ കിടക്കുന്ന അവസ്ഥ. കാരണം ആ ഫ്ളാറ്റിൽ നിന്ന് വീഴുകയാണെങ്കിൽ ആ കെട്ടിടത്തിന് തൊട്ട് ചുവട്ടിൽ തന്നെ വീണു. ആ കെട്ടിടത്തോട് ചേർന്ന് തന്നെ ഒരു മിനിമം ഒരു 5 അടി 10 അടിക്കകത്ത് വ്യത്യാസത്തിലാണ് ഈ മൃതദേഹം ഒരു തോട്ടിൽ കിടക്കുന്നത്. അത് ഒന്നുകിൽ മുകളിൽ നിന്ന് വീഴുമ്പോൾ ഏതെങ്കിലും ഒരു പാരപ്പറ്റിൽ തട്ടി തെറിച്ചു പോവുകയോ അല്ലെങ്കിൽ ആരെങ്കിലും നല്ല ശക്തമായി തെള്ളുകയോ ചെയ്യുകയാണെങ്കിൽ വീഴുന്ന നിലയിൽ ആ മൃതദേഹം കിടക്കുന്ന നിലയിലാണ് കണ്ടത്. അത് തന്നെയാണ് അവിടെ ഒരു സംശയം നിലനിൽക്കുന്ന നിലയിലേക്ക് പോലീസിന് തോന്നുകയും അത്തരത്തിലൊരു അന്വേഷണം അവർ നടത്തുകയും ചെയ്തത്. ഈ മുകളിൽ നിന്നുള്ള 3 നില കെട്ടിടത്തിന് മുകളിൽ നിന്നുള്ള വീഴ്ച ആയതുകൊണ്ട് തന്നെ നിരവധി ക്ഷതങ്ങൾ പറ്റിയിട്ടുണ്ട്. അത് വീഴ്ചയിൽ നിന്നുള്ളതാണോ മറ്റേതെങ്കിലും തരത്തിലുള്ളതാണോ എന്നുള്ളത് ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ശേഷമേ പോലീസിന് മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രാഥമികമായ ഒരു നിഗമനം വീണത് എന്ന നിലയിലേക്ക് പോലീസിനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ മനോജ്, എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം എന്താണ് മരണകാരണമെന്ന് വ്യക്തമാവും. മനോജ്, ഒരു കാര്യം കൂടി, ഈ കേസിൽ ഉൾപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് തന്നെ പോലീസിന്റെ നിരീക്ഷണം ഇയാളുടെ നീക്കങ്ങളിൽ ഉണ്ടായിരുന്നിരിക്കണമല്ലോ. ഈ ഫ്ളാറ്റിൽ എത്ര നാളായി ഇയാൾ താമസിച്ചിരുന്നു? ഒപ്പം ഇയാളുടെ മറ്റ് ഇടപാടുകളൊക്കെ പോലീസിന്റെ അന്വേഷണത്തിലും കടന്നു വരുമല്ലോ, അല്ലേ? ഇദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ ഈ കേസിൽ തന്നെ ശിക്ഷ അനുഭവിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. തെളിവുകളുടെ അഭാവത്തിലാണ് ഇദ്ദേഹത്തിനെ കോടതി വെറുതെ വിട്ടത്. അപ്പോ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ആ ഇടപാടുകൾ പോലീസിന്റെ നിയന്ത്രണത്തിൽ ഉള്ളതാണ്. എന്നാലും പോലീസ് മറ്റ് കാര്യങ്ങളൊന്നും ഔദ്യോഗികമായിട്ട് പറയുവാൻ തയ്യാറായിട്ടില്ല. അവര് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പുനലൂർ സിഐയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിരിക്കുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട കെവിൻ മരണക്കേസ്, കൊലപാതക കേസിലെ മാപ്പുസാക്ഷിയായിരുന്ന വ്യക്തിയാണിപ്പോൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. മരണകാരണം സംബന്ധിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട്, പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഉയരത്തിൽ നിന്നും താഴേക്ക് വീണ് സംഭവിച്ച ഒരു മരണം എന്ന സൂചനകളാണ് ആദ്യഘട്ടത്തിൽ പുറത്തുവരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.